ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് അധികമായി സംസാരിക്കുവാൻ നമ്മുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ അനു റിയാസാണ്. നടക്കാവിൽ ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. കൂടാതെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ BPM സാലിഹ് നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അലി, MD, നടക്കാവിൽ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹം ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 4 ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലബാർ ഏരിയയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 30% കൂടുതൽ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് പ്രമേഹം ഇത്രയും വ്യാപകമായി കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ പൊതുവെയും വരാനുള്ള കാരണം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ മുമ്പൊക്കെ ഒരു 30-40 വർഷം മുമ്പ് ഞാനിവിടെ ഒരു ഡോക്ടറായി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് ഒരു പ്രമേഹ രോഗിയെ വളരെ റെയർലി ഒരു 5-6 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു പ്രമേഹ രോഗിയെ കാണുക അപൂർവമാണ്. എന്നാൽ തന്നെ ഞങ്ങൾ IMA മീറ്റിങ്ങോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കോൺഫറൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ഇന്നൊരു ഡയബറ്റിക് പേഷ്യൻ്റെ ന്യൂലി ഡിറ്റക്റ്റഡ് ഡയബറ്റീസ് ഞാൻ കണ്ടു എന്ന് പറയും. ഇന്നിപ്പോൾ അതൊരു വിഷയമല്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ ബസ് ആക്സിഡൻറ്റ്, പണ്ടൊക്കെ നമുക്കറിയാം ഒരു ബസ് ആക്സിഡൻറ്റ്, പ്രധാനപ്പെട്ട ഒരു ബസ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫ്രണ്ട് ലൈൻ വാർത്തയാണ് നമ്മളെ പത്രങ്ങളിലൊക്കെ. ഇപ്പോൾ കോഴിക്കോട് ഫറോക്കിലുണ്ടായിരുന്ന ഒരു വലിയൊരു അപകടം അതേപോലെ ആയിട്ടുണ്ട് ഇന്ന് പ്രമേഹത്തെക്കുറിച്ചും. പ്രമേഹത്തെക്കുറിച്ച് അപകടങ്ങൾ എങ്ങനെ നമുക്ക് വാർത്തയില്ലാതാകുന്നോ അതേപോലെ തന്നെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാർത്ത അല്ല. വാർത്ത എന്നത് പ്രമേഹം എന്നുള്ളത് ഡോക്ടർമാരെ സംബന്ധിച്ച് ഒരു വാർത്തയുള്ളൂ. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബുദ്ധിമുട്ടും. ഇന്ന് ഡോക്ടർക്കും പ്രശ്നമില്ല, രോഗിക്കും പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ പ്രമേഹം നമുക്കറിയാം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ തീരെ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കുണ്ട്, അപ്പുറത്തുള്ള ആൾക്കുണ്ട്, അപ്പുറത്തെ ഭാവം എല്ലാവർക്കും ഉള്ളപ്പോൾ വിചാരം എന്താ വെച്ചാൽ എനിക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ, എനിക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഇപ്പോൾ നമ്മളെ ഒരു 10 ആളുണ്ടെങ്കിൽ അതിൽ നമ്മളവിടെയൊക്കെ എനിക്ക് കൊണ്ട് ഒരു 6 ആൾക്കും ഉണ്ട് പലപ്പോഴും. എന്തായാലും അതുപോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ മുമ്പൊക്കെ വിചാരിച്ചിട്ട് കുറേ പ്രായമുള്ള ആളുകൾ, ഒരു 10-50 വയസ്സ് കഴിഞ്ഞ് പ്രമേഹമുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്. ഇന്നിപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രമേഹമുണ്ട്. പ്രമേഹത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എൻ്റേതായ കുറേ ടെർമിനോളജികളുണ്ട്. ഞാൻ പറയാറുള്ളത് പ്രമേഹം എല്ലാ രോഗങ്ങളുടെയും മാതാവാണെന്നാണ്. അതായത് നമ്മൾ മദ്യം പിന്നെ എല്ലാ തിന്മയുടെയും മാതാവാണെന്ന് പറയുന്ന പോലെ പ്രമേഹം എല്ലാ രോഗങ്ങളുടെയും മാതാവാണ്. ഞാൻ പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ പ്രമേഹം തുടങ്ങുമ്പോൾ തന്നെ അത് ചികിത്സിക്കുകയല്ല, ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്ടറെ, അല്ലെങ്കിൽ എന്നെയാണ് കാണിക്കുന്നത്, ആരെയാണ് ആദ്യം കണ്ടത്, ആ ഡോക്ടറിൽ അവസാനിച്ചു. അതല്ല, നിങ്ങളിത് അശ്രദ്ധപൂർവ്വം കൊണ്ടു നടക്കുകയാണെങ്കിൽ, ജീവിതശൈലിയിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്നെ മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടി വരും, പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി, സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും, ഒപ്താൽമോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും, സർജനെ കാണിക്കേണ്ടി വരും, കാർഡിയോളജിസ്റ്റിനെ, നെഫ്രോളജിസ്റ്റ്. അപ്പോൾ ഒരു 6-7 ഡോക്ടർമാരെ സ്ഥിരം, അപ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾ ഈ എല്ലാ ഡോക്ടർമാരെയും കണ്ട് മാത്രമല്ല ജീവിതം ദുസ്സഹമായിരിക്കും. നമുക്കറിയാം ഒരു പ്രത്യേകിച്ചൊന്നും, കാരണം അത് അശ്രദ്ധപൂർവ്വം കൊണ്ടുനടക്കാനുള്ള കാരണങ്ങളിൽ ഒന്നിതാണ്. കാരണം പ്രമേഹം ഉണ്ട് എന്നുള്ള ഒരാൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമുക്കൊരാൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്ക് തലവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ കാർഡിയാക്ക് ഉള്ള ആൾക്കാണെങ്കിൽ അയാൾ, അറ്റാക്കുള്ള ആൾക്കാരെ നെഞ്ചുവേദന ഉണ്ടാകും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഈ ശ്വാസതടസ്സം ആയിട്ടുണ്ടാകും. പ്രമേഹത്തെ സംബന്ധിച്ചിടത്തൊരു പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഇൽനെസ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. കാരണം രോഗിയെ സംബന്ധിച്ച് നല്ല സുഖമാണ്, കണ്ടമാനം ഭക്ഷണം കഴിക്കാം, നല്ല സുഖം, എല്ലാം കഴിക്കാം. പിന്നെ ക്ലാസിക്കലായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഈ പ്രമേഹത്തിന് കൂടുതൽ വെള്ളം കുടിക്കുക, കൂടുതൽ ഭക്ഷണം കഴിക്കുക, കൂടുതൽ അതുപോലെ തന്നെ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ മുമ്പുള്ള ഒരു 10-40 വർഷം മുമ്പുള്ളതും എന്നുള്ളതും കൂടി നോക്കുമ്പോൾ ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ
ഈ പ്രമേഹ രോഗികളിൽ ഒരു 30% ഉണ്ടാവുള്ളൂ. ഉണ്ടാവുള്ളൂ. ശരി. ബാക്കി 70% ഒരു ലക്ഷണങ്ങളും ഇല്ല. എന്തിനെങ്കിലും കാണിക്കാൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കണ്ണ് ഡോക്ടർമാരാണത് മിക്കവാറും കണ്ടുപിടിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു മാറാത്ത വ്രണം ഉണ്ടാകുമ്പോഴാണ് പിന്നെ രോഗി ഈ പ്രമേഹ രോഗിയാണെന്ന് അറിയുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞാലും രോഗികൾക്കൊരു മരുന്നൊക്കെ കഴിക്കാൻ എല്ലാവരും തയ്യാറാണ്. പക്ഷേ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്.